എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ വെഡ്ഡിങ് ഡേ പ്രമാണിച്ച് ഒരുപാട് പേര് നമുക്ക് വിഷസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ സന്തോഷം തോന്നി. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അത് ഒരു കല്യാണത്തിൻ്റെ വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ മാമയുടെ മകൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അതിന് പോയിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് വീഡിയോയും ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ. തലേ ദിവസം വൈകുന്നേരം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കല്യാണ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ റെഡിയായി അക്ഷയ തലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം വീഡിയോ ഒക്കെ തന്നെ എടുത്ത് നോക്കുകയാണ്, എങ്ങനെയുണ്ട് ഡ്രസ്സിങ് ചെയ്തതൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. പിന്നെ അവിടെ പോയപ്പോൾ നമ്മുടെ അക്ഷയയ്ക്ക് അശ്വിനും കുറച്ച് ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ചെറിയ കുട്ടികൾ. അപ്പോൾ അവർ കൂടെയൊക്കെ നിന്നിട്ടുള്ള വീഡിയോയാണ് നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ കല്യാണ വീട്ടിൽ ഇറങ്ങുന്നതിന് മുമ്പ് പറയും വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് വീഡിയോയും ഫോട്ടോയും ഒക്കെ ഒന്ന് എടുത്തു. ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണ ചെക്കൻ. അങ്ങനെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. പിന്നെ അങ്ങനെ കുറച്ച് കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു. അവിടുന്ന് അടുത്ത് തന്നെയായിരുന്നു കേട്ടോ പെൺകുട്ടിയുടെ വീട്. അങ്ങനെ നമ്മൾ അവിടുന്ന് കല്യാണം ഒക്കെ ഇറങ്ങി. അങ്ങനെ വരുന്ന വഴിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. മലകളൊക്കെ കണ്ടു. നമ്മുടെ വല്ലങ്ങി നെമ്മറ ഭാഗത്താണ് കേട്ടോ കല്യാണം. അപ്പോൾ അവിടെ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ പോത്തുണ്ടി ഡാമിൻ്റെ അടുത്തായിട്ടാണ് ഈ ശിവക്ഷേത്രം ഉള്ളത് കേട്ടോ. അപ്പോൾ പോത്തുണ്ടി ഡാമിൽ നമ്മൾ പോയിട്ടൊക്കെ ഉണ്ട്. അക്ഷയ ചെറുതായിരിക്കുമ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവർക്ക് വന്നിട്ട് ഇതുപോലെ പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കല്യാണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക കല്യാണ ചെക്കനൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളും എത്തി കേട്ടോ. അതിന് ശേഷം താലം കൊണ്ടുവരുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ താലമൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ താലം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ചെറിയ കുട്ടികൾ കുറവായത് കൊണ്ട് തന്നെ ഞാനും താലം കൊടുക്കാൻ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ താലമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് കല്യാണമൊക്കെ കഴിയുന്നതിന് മുമ്പ് നമ്മുടെ അവിടെയൊക്കെ കല്യാണം ഉണ്ടെങ്കിൽ അങ്ങനെ താലം കൊടുക്കുക പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടാകും. അപ്പോൾ ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ പറഞ്ഞാൽ താലം കൊടുക്കാൻ കുട്ടികൾ നമ്മുടെ കയ്യിൽ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ താലം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് തന്നെ ഭയങ്കര സന്തോഷമായി. എന്താ പറയുക, കുറേ നാളുകൾക്ക് ശേഷം എടുക്കുകയല്ലേ. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഞാനും അക്ഷയൊക്കെ താലം എടുത്തു. അങ്ങനെ ഭയങ്കര ചൂടും വെയിലും ആയിരുന്നു കേട്ടോ. നല്ല ചൂടാണ്. ആ സമയത്തൊന്നും മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ദിവസം പറയുന്നത് മെയ് 3-നാണ് കേട്ടോ. മെയ് 3-ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് ഡേ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു കല്യാണം. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് തന്നെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണത്തിന് ഒരുപാട് വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അതിന് കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വീഡിയോസ് എടുക്കുക പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള വ്ളോഗൊക്കെ കാണാൻ എല്ലാവർക്കും കുറച്ച് താല്പര്യം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോ മാത്രം എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കല്യാണം ആസ്വദിക്കാനും സന്തോഷിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കല്യാണ വ്ളോഗാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ അമ്പലം എത്തി. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം. അമ്പലത്തിൽ വെച്ചിട്ടാണ് താലികെട്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് സദ്യ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അമ്പലത്തേക്ക് വന്നു. പിന്നെ പോയി നമ്മൾ ഭഗവാനെയൊക്കെ ഒന്ന് തൊഴുതി വന്നു. ശിവൻ്റെ അമ്പലമാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉമ്മർത്ത് വെച്ചിട്ടായിരുന്നു കെട്ട്. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ പോയി തൊഴുതി വന്നു. അതിന് ശേഷം അവിടെയും അതുപോലെ റബ്ബറി നിലവിളൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മുടെ പെൺകുട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കുറേശ്ശെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ.
കെട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതിന് ശേഷം കുട്ടികൾ അക്ഷയ്ക്ക് കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കണം. അപ്പോൾ ഞാനതൊന്ന് എടുത്തതാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ ചിക്കനും മണ്ണൊക്കെ ഓഡിറ്റോറിയത്തേക്ക് വരുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ കുറേ നേരം അവിടേക്ക് ഇരുന്ന് ഞങ്ങൾ പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. അതുകൊണ്ട് ആ ഫോട്ടോ നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. അതിന് ശേഷം പിന്നെ നമ്മൾ സദ്യ കഴിക്കാൻ പോയി കേട്ടോ. എല്ലാ വക കറികളോട് കൂടിയിട്ട് നല്ലൊരു സദ്യ തന്നെയായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു സദ്യ കഴിച്ച ഫീലായിരുന്നു. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ചു. പിന്നെ അടപ്പായസം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് കാണിക്കാൻ വിട്ടുപോയി. അതെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പോത്തുണ്ടി ഡാമിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ അതിൻ്റെ വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല. പോയി ഒന്ന് കറങ്ങി വേഗം തന്നെ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം 4 മണിക്കുള്ള റിസപ്ഷന് നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അന്ന് തന്നെയായിരുന്നു നമുക്ക് റിസപ്ഷനും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഡ്രസ്സിങ്ങൊക്കെ ഒന്ന് പറയാനായിട്ടാ, കളറും അതുപോലെ നമുക്ക് നന്നായിട്ടുണ്ടോ എന്നൊക്കെ പറയാനായിട്ടാ. അങ്ങനെ ഞാനും അക്ഷയും കൂടെ വീണ്ടും കുറേ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരുപാട് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ റെഡിയായി കഴിഞ്ഞാൽ വീഡിയോയും ഫോട്ടോയും എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അത് തൃപ്തിയായിട്ട് എടുക്കാനുള്ള സമയം നമുക്ക് കിട്ടാറില്ല. പക്ഷേ ഈ കല്യാണത്തിന് നല്ല പോലെ തന്നെ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ വീഡിയോ എടുത്തു. പിന്നെ ഞാനും അക്ഷയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ അശ്വിനോട് എടുക്കാൻ പറഞ്ഞു കേട്ടോ. അത് കറക്റ്റായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ മാത്രം അവനൊന്ന് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ റിസപ്ഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ള ഹാള്. അങ്ങനെ നമ്മൾ റിസപ്ഷൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെയും കുറേ നേരമൊക്കെ അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും തന്നെ പെണ്ണും ചെക്കനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ ഇരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം അവിടുന്ന് നല്ല ദൂരമുണ്ട് കേട്ടോ. നമ്മുടേക്ക് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഒരു 1.5 മണിക്കൂർ വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് പരിപാടി കഴിഞ്ഞ് വളരെ പെട്ടെന്ന് വരാനും പറ്റില്ല കേട്ടോ. ഒരു 7 മണി കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റിസപ്ഷൻ്റെ ഫുഡ് വീഡിയോ എടുക്കാനും ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വരണ്ട തിരക്കിൽ അതും വേഗമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു, ഫോട്ടോ ഒക്കെ എടുത്തു. അതുപോലെ തന്നെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു. അക്ഷയ്ക്ക് ഇട്ട മൈലാഞ്ചിയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അതിന് ശേഷം ഭക്ഷണം കഴിച്ച് വരുമ്പോഴേക്കും തന്നെ സമയമായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. നാളെ പുതിയൊരു